ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതണു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ? അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ ഒരു അവധി ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ രാവിലത്തെ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഇന്ന് രാവിലെ നമ്മൾ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല ഇവിടെ പൂരി എന്ന് പറയുന്നത്. വല്ലപ്പോഴും ആണ് ഉണ്ടാക്കാറ്. കാര്യം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പൂരി കഴിക്കാനായിട്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. പക്ഷേ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് പാടല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ രാവിലെ ഉണ്ടാക്കാനായിട്ട് അത്ര മെനക്കെടാറില്ല. പക്ഷേ ഇന്നെന്തായാലും ഇച്ചിരി മെനക്കെട്ട് തന്നെ പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടേക്കുള്ള ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിയുമല്ലോ. എനിക്കും ആരോണിനും പൂരി വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ ചന മസാലയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് പക്ഷേ വളരെ റെയറായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് വേവിക്കാൻ വെക്കുകയാണ്. വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെയാണ് കേട്ടോ അതിനകത്തേക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വരാൻ കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് കപ്പങ്ങയും പരിപ്പും കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്നങ്ങ് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട്. ഇവിടെ ഇങ്ങനെ കപ്പങ്ങയൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കാൻ കിട്ടും. ഇവിടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരും. പണ്ട് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെയൊന്നും വില അത്ര നന്നായിട്ട് അറിയില്ലായിരുന്നു. ഞാനൊന്നും വീട്ടിലങ്ങനെ കപ്പങ്ങയൊന്നും വെച്ചാൽ അധികമൊന്നും കൂട്ടാത്ത ആളായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി അരിഞ്ഞൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം പൂരിക്ക് നമ്മൾ കുഴച്ച് വെച്ച് ഒരുപാട് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണ കുടിക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ മാത്രമാണ് പൂരിക്ക് കുഴച്ച് വെക്കാറുള്ളൂ. അങ്ങനെ ഒരുപാട് മുന്നേ കൂട്ടി കുഴച്ചൊന്നും വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കപ്പങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പിന്നീട് നമുക്ക് പൂരിക്ക് കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കടുക് ചേർത്തു. കടുക് പൊട്ടി വരുമ്പോൾ ജീരകം ചേർക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉഴുന്നുപരിപ്പും കുറച്ച് കടലപ്പരിപ്പും ചേർക്കും. പിന്നെ 2 വറ്റൽമുളകൊക്കെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും ചേർത്തിട്ട് ഒന്ന് പതിയെ ഒന്ന് വാടി വരാനായിട്ട് വെയിറ്റ് ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയും ചേർക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ആകെ എരിവിന് നമ്മൾ പച്ചമുളകും ഇട്ടിരിക്കുന്ന വറ്റൽമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സായി നല്ലോണം ഇതായി കഴിയുമ്പോൾ നമ്മൾ ആ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് തിളയൊക്കെ നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് നന്നായിട്ട് കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. അത് ഡ്രൈ മാംഗോ പൗഡറാണ്, അല്ലെങ്കിൽ ആംചൂർ പൗഡർ എന്ന് പറയില്ലേ, അതാണ്. ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ നാരങ്ങാനീര് ചേർത്താലും മതി. ഇതുപോലെ നമ്മൾ പൂരി മസാല ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ പുളിയുള്ളത് നല്ലതാണ്. എനിക്ക് തക്കാളി ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം ആംചൂർ പൗഡറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർക്കാനാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. അപ്പോൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവിലുള്ള പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അതിനകത്തേക്ക് എടുത്തു. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ റവയാണത്. പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോഴേ നമ്മുടെ പൂരിക്ക് നല്ലൊരു ബ്രൗൺ കളറൊക്കെ വരും. എന്താ പറയുക, ഒരു ഗോൾഡൻ കളറൊക്കെ വരില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. റവ കുറച്ചൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്.
നിങ്ങളിങ്ങനെ പൂരിക്ക് കുഴയ്ക്കുമ്പോൾ റവയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ചേർക്കാറുണ്ടോ? പിന്നെ പൂരിക്ക് കുഴയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് സോഫ്റ്റായിട്ട് കുഴയ്ക്കരുത്. കുറച്ച് കട്ടിയായിരിക്കണം മാവ്. ചപ്പാത്തി മാവിനെ അപേക്ഷിച്ച് കുറച്ച് കട്ടിയായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കുന്ന പോലെ തോന്നാറുണ്ട്, സോഫ്റ്റ്നെസ് കൂടുന്തോറും. അതുപോലെ ഞാൻ പൂരിക്ക് കുഴച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ഒട്ടും നേരം അങ്ങനെ കുഴച്ച് വെക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് കേട്ടിട്ടുള്ളത്. എനിക്ക് എത്രമാത്രം ശരിയാണെന്നൊന്നും അറിയില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് പകുത്തിട്ട് ഞാനിങ്ങനെ കത്തി കൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക, എല്ലാം ഒരേപോലെ കിട്ടും. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന മാവിൻ്റെ അളവുകളെ ഓരോന്നിലും വ്യത്യാസമായിരിക്കും. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അതുപോലെ തന്നെ ആ ഓരോ പീസുകളും ഒന്ന് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് പരത്തി ഒരു പാത്രത്തിലേക്കിടും. അതുപോലെ തന്നെ എന്നിട്ടാണ് നമ്മൾ ശരിക്കും ഒന്ന് പരത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കനം കുറച്ച് പരത്താറില്ല. കുറച്ച് കനത്തിലാണ് പൂരിക്ക് പരത്തിയെടുക്കാറുള്ളത്. അപ്പോഴാണ് എനിക്ക് നന്നായിട്ട് കൊമളച്ചിട്ട് പൂരി കിട്ടാറുള്ളത്. ഒരുപാട് കനം കുറയും തോറും എൻ്റെ പൂരി അങ്ങനെ കൊമളയ്ക്കാതെ വരാറുണ്ട്. അപ്പം നമ്മളെല്ലാം തന്നെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണയിലിട്ട് അതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ എവിടെയോ വായിച്ചൊരു ടിപ്പാണ്, എണ്ണയിലിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു തവിയുടെ ഇത് വെച്ചിട്ട് അതിങ്ങനെ പതുക്കെ ഞെക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് കൊമളച്ച് പപ്പടം പോലെ വരും. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പപ്പടം പോലെ വരുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനങ്ങനെ ചെയ്യാതെ പപ്പടം പോലെ വരാറുണ്ടോ നോക്കിയിട്ടില്ല ആക്ച്വലി, കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ മൊത്തം കൊമളച്ച് വരുമ്പോഴേ ആ പൂരി നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഹാർഡായി പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ നന്നായിട്ട് കൊമളച്ച് വന്നാലാണ് നമ്മുടെ പൂരി നല്ല സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ പൂരി ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ആ എണ്ണയിൽ തന്നെ കുറച്ച് പപ്പടം കൂടെ വറുത്ത് കുപ്പിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ കൂടുതൽ എണ്ണയിൽ എന്തെങ്കിലുമൊക്കെ വറക്കുന്ന സമയങ്ങളിലൊക്കെ പപ്പടമോ അതുപോലെ തന്നെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് കുപ്പിയിലാക്കി വെക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് എണ്ണ എടുത്ത് കളയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ചായയും റെഡിയായി. വിശക്കുന്ന അമ്മ എന്ന് പറഞ്ഞിട്ട് ആരോ കുറേ നേരം കൊണ്ട് പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ പൂരിയാന്ന് പറഞ്ഞപ്പോൾ ആശാന് സന്തോഷമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആൻഡ് അതുപോലെ തന്നെ ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെയാണോ പൂരി ഉണ്ടാക്കാറ്? എന്തെങ്കിലും ടിപ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കും കൂടെ പ്രയോജനപ്പെടുമല്ലോ. അപ്പോൾ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചായനും ആരോടും കുറച്ച് നേരം കൂടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഉച്ച കഴിഞ്ഞേ ഒരു നല്ല പണിയുണ്ട്. കാരണം ഇന്ന് മേളിൽ ഒക്കെ ഒന്നൊരു ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം വേഗം പണികൾ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ തുവരപ്പരിപ്പ് വേവിക്കാൻ വെക്കുകയാണ്. അതിനകത്തേക്ക് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നത്. നിങ്ങളിങ്ങനെ പരിപ്പ് വേവിക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാറുണ്ടോ? പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് തരുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ എനിക്ക് കറിക്ക്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അത് ബീൻസും ക്യാരറ്റും കൂടെ ഉള്ള മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ പരിപ്പ് കപ്പഴേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് കപ്പങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. കപ്പങ്ങ അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഉപ്പെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുക്കറിൽ വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. ഒരു 1-2 വിസിലൊക്കെ കേട്ടപ്പോഴാണ് കേട്ടോ എൻ്റെ കപ്പങ്ങ വെന്ത് വന്നത്. നാട്ടിലൊക്കെ പെട്ടെന്ന് വേവെന്ന് തോന്നുന്നു. ഇവിടെ ഇച്ചിരിയോടെ സമയം എടുത്തു കേട്ടോ കപ്പങ്ങ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു, മെഴുക്കുവരട്ടി. അതിന് വേണ്ടിയിട്ട് ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. എനിക്കിങ്ങനെ ഈ ബീൻസും ക്യാരറ്റും മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ അച്ചിങ്ങ പയറിൻ്റെ കൂടെയൊക്കെ തേങ്ങാക്കൊത്ത് ഇട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. നിങ്ങളങ്ങനെ ഇടാറുണ്ടോ? ചിലയിടത്തേക്കൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്ക് തേങ്ങാക്കൊത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. എൻ്റെ നോൺ വെജ് കറികളിലാണെങ്കിലും ഞാൻ കൂടുതൽ തേങ്ങാക്കൊത്ത് ഉപയോഗിക്കും. എനിക്കതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് എന്താ പറയുക, വഴണ്ട് വരുമ്പോഴേക്കും
നമ്മൾ തേങ്ങ അരച്ചെടുക്കാൻ പോവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇതുമാണ് ഇട്ടത്, എന്താ ചതച്ച മുളകും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. അതുപോലെ ഓരോ തവണയും ഓരോ പോലെയാണ് ഉണ്ടാക്കാറ്, അങ്ങനെ എല്ലാം ഒരേ രീതിയിലൊന്നും അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീൻസും ക്യാരറ്റും കൂടെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കപ്പങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇപ്പോഴാണ് കേട്ടോ ചേർത്തത്. നിങ്ങൾ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ആദ്യമേ മുളക് പൊടി ചേർക്കാം. പച്ചമുളക് മാത്രമേ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. അപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് താളിച്ചൊഴിക്കേണ്ട കാര്യം കൂടെ കഴിഞ്ഞാൽ ആ കറി റെഡിയായി. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് താളിച്ചൊഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് താളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് അപ്പോൾ തന്നെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിനകത്തേക്ക് ആ മണവും എല്ലാം ഒന്ന് ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നാടൻ കറികളാണെന്ന് അറിഞ്ഞപ്പോൾ ഇച്ചായൻ പറഞ്ഞു ഇച്ചായൻ എന്തെങ്കിലും നോൺ വെജ് ഐറ്റം കൂടെ വേണമെന്ന്. അപ്പോൾ ഒരു ചിക്കൻ്റെ കാല് ഗ്രില്ല് ചെയ്യാൻ വാങ്ങിച്ചതിൻ്റെ 3-4 ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് എന്താ പറയുക ഷാലോ ഫ്രൈ പോലെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആരോണാണെങ്കിൽ ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഫിഷും ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടിലേക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുറച്ച് എന്താ പറയുക ഉപ്പും ഒക്കെ കൂടി മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത കൂട്ടിനകത്തേക്ക് കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികമുണ്ട്. അപ്പോൾ ഞാൻ ആ മസാല കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തവണ എന്തെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെ കാല് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് വരഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. ആരന് വേണ്ടിയിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട് അതും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ ഞങ്ങൾ ഷാലോ ഫ്രൈ പോലെ ഒട്ടും അധികം എണ്ണയൊന്നും ചേർക്കാതെ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ. ഞാനത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ വശമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ അവസാനം എല്ലാം ഒന്ന് കുറച്ച് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴാണ് ഞാൻ കുറച്ച് ചതച്ച മുളക് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അതൊക്കെ ഇവിടെ ഇരുന്ന് നന്നായിട്ട് റെഡിയായി വരുമ്പോഴേക്കും ഞാനിവിടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലും അതുപോലെ തന്നെ നമ്മൾ ആ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയില്ല ചീനച്ചട്ടിയൊക്കെ ഒന്ന് തുടച്ച് എണ്ണയൊക്കെ പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുന്നേ അടുക്കളയുടെ ടൂർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത് കണ്ടവർക്കറിയാം ഞാൻ ഇങ്ങനെ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ കുറച്ച് അധികം ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉപയോഗം കഴിഞ്ഞ ശേഷം എണ്ണയെല്ലാം തൂത്ത് നന്നായിട്ട് വെക്കുന്നതുകൊണ്ടാണ് ഇത്രയും കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ലാതിരിക്കുന്നത്. ഈ ദോശക്കല്ലൊക്കെ വാങ്ങിയിട്ട് 8 വർഷത്തോളമായി, 8 വർഷത്തിൽ കൂടുതലായി. ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വാങ്ങിയിട്ട് ഒരു 3.5 വർഷമാണ് കേട്ടോ ആയിട്ടുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം ഉപയോഗം കഴിയുമ്പോഴും നമ്മൾ ഇതുപോലെ നല്ലോണം വെള്ളമൊക്കെ തുടച്ച് എണ്ണയെല്ലാം പുരട്ടി വെക്കണം. അപ്പോൾ ആരോണ്ട് ഫിഷ് ഗ്രില്ല് ചെയ്ത് റെഡിയായി, അതുപോലെ തന്നെ ചിക്കനും റെഡിയായി. ഇനി ചോറുണ്ണാം. എനിക്കെന്താ ഉച്ചയ്ക്ക് ചിക്കൻ കഴിക്കാനായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടില്ല. ഇച്ചായന് ആണ് കേട്ടോ ചിക്കൻ എടുത്തത്. ആരോണ്ട് പിന്നെ ഫിഷ് ഉണ്ടായിരുന്ന പിന്നെ ഫിഷ് മതി, അവന് ഏറ്റവും ഇഷ്ടം ഫിഷാണ്. അവനങ്ങനെ നോൺ വെജിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും ഫിഷാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഇട്ടത് ആ നെല്ലിക്കച്ചാറാണ്. കുറച്ച് തൈരും കൂടെ എടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഏത് പരിപ്പ് കറികളുടെ കൂടെയും തൈര് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു നല്ല കോമ്പിനേഷനായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. സാമ്പാറും തൈരൊക്കെ കഴിക്കാറില്ലേ നമ്മൾ, അതുപോലെ തന്നെ ഏത് പരിപ്പ് കറി ഉണ്ടാക്കിയാലും ഞാൻ കുറച്ച് തൈരും കൂടെ എടുക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഊണ് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. കുറേ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളോട് പറയാറുണ്ട് എന്നും വീഡിയോസ് ഇടാവോ, എന്നും ഡേ ഇൻ മൈ ലൈഫ് ഇടാവോ എന്നൊക്കെ. നമ്മൾ നാട്ടിലൊന്നും അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറം രാജ്യത്ത് ജീവിക്കുന്ന ഒരു ആൾക്കാരായതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരുപാട് ദിവസങ്ങൾ തമ്മിൽ. ഇപ്പോൾ അവധി ദിവസം ഒട്ടുമിക്കത് ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കടകളിൽ പോവുക, അങ്ങനെയൊക്കെ എന്താ പറയുക ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആയിരിക്കും. എന്നും ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ഒരേപോലെ എല്ലാ ദിവസവും ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഡിഷ് വാഷറിലാണ് പാത്രങ്ങളൊക്കെ കഴുകാൻ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കിപ്പറക്കലും ക്ലീനിങ്ങൊക്കെയാണ്.
ആദ്യം മേളിലാണ് കേട്ടോ ഇന്ന് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ആരോണ്ട് ടോയ് റൂം കണ്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ ഭയങ്കര ഓർഗനൈസ്ഡാണ്, ഭയങ്കര ക്ലീൻ ആണെന്നൊക്കെ. എന്നൊന്നും അങ്ങനെയൊന്നും അല്ല, ഇതുപോലെയൊക്കെയുള്ള ദിവസങ്ങളാണ് മിക്കപ്പോഴും. പക്ഷെ ഞാൻ സമയം കിട്ടുമ്പോൾ ഒക്കെ അടുക്കി പറക്കി ഒക്കെ വെക്കാൻ നോക്കാറുണ്ടെന്ന് മാത്രം. അപ്പോൾ ചിലപ്പോഴൊക്കെ അവനെയും കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിക്കാറുണ്ട് കേട്ടോ. കുറച്ച് പെർഫെക്ഷൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ആരോൺ ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയാവില്ല. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് ക്ലീൻ ചെയ്യിച്ചാലും ഞാൻ പിന്നെയും ക്ലീൻ ചെയ്യും. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന്. പക്ഷെ അവനെക്കൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യിക്കാറുണ്ട്. കാരണം ആ ഒരു ശീലം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നത് നല്ലതല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് മേളിലെ ബാത്റൂമെല്ലാം ക്ലീൻ ചെയ്യണം, ബെഡ്റൂംസൊക്കെ ക്ലീൻ ചെയ്യണം. എല്ലാം ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും കേട്ടോ. വളരെ കുറച്ച് സമയം മാത്രമേ ഈ റൂം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. പൊടി തുടയ്ക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്സ് യൂസ് ചെയ്യാനാണ്. ഇത് ഞാൻ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്സ് ഞാൻ കോസ്കോയിൽ നിന്ന് ബണ്ടിലായിട്ട് വാങ്ങിയതാണ് കേട്ടോ, പല കളറിൽ. അതുപോലെ തന്നെ എന്താ പറയുക, കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒരെണ്ണം നനച്ചത് കൊണ്ട് തുടച്ചിട്ട് പിന്നീട് ഡ്രൈ ആയിട്ടുള്ളതുകൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് എന്താ പറയുക, ടിഷ്യൂ പേപ്പറൊന്നും ഞാൻ അങ്ങനെ ക്ലീനിങ്ങിന് വേണ്ടി എടുക്കാറില്ല. അങ്ങനെ ഞാൻ മെയിനായിട്ടും മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്സ് വെച്ചിട്ടാണ് കേട്ടോ ക്ലീനൊക്കെ ചെയ്യാറ്. ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ എനിക്കും സ്നേഹയ്ക്കും എപ്പോഴും ഡൗട്ട് വരാറുള്ളത് നിങ്ങൾക്ക് ബോറാവുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മൾ വേറൊരു രാജ്യത്ത് ജീവിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, കൊറോണയാണ്, പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ തണുപ്പ് കാലമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതചര്യയിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്നും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയം ഞങ്ങൾക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്ക് എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഗോതമ്പ് കൊണ്ടുള്ള ഒരു അട. അട എന്ന് പറഞ്ഞാൽ നമ്മൾ വാഴയിലയിൽ ഉണ്ടാക്കുന്ന അടയല്ല, ദോശക്കല്ലിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു അടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് മാവും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് ശർക്കര ചിമ്പി ചേർത്തു, പിന്നെ കുറച്ച് തേങ്ങയും പിന്നെ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കും. ഇങ്ങനെ നിങ്ങൾ അട ഉണ്ടാക്കാറുണ്ടോ? ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഇലയിൽ ഉണ്ടാക്കാറുണ്ട്. നടുക്ക് തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇലയിൽ ഉണ്ടാക്കാറില്ല അട. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഉള്ള ഒരടയാണ്. അപ്പോൾ നമ്മുടെ മാവെല്ലാം കുറച്ച് കട്ടിയായിരിക്കണം കേട്ടോ മാവ്, അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പരത്തി ഒഴിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഏത്തപ്പഴം അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. വൈകുന്നേരം വീണ്ടും ഞങ്ങളിന്ന് ചോറുണ്ണും, അപ്പോൾ പിന്നെ ഒരുപാട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ടിയായിട്ടുള്ളൊരു കൂട്ടായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ സ്പൂണും കൊണ്ട് കോരിയിട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈ കൊണ്ട് പരത്താനായിട്ട് അവിടെ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്ത് തൊട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട്, ഇച്ചിരി കട്ടിയിലാണ് കേട്ടോ ഇത് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് 2 വശം മറച്ചും തിരിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. വൈകുന്നേരം കഴിച്ചത് നമ്മുടെ ഉച്ചയ്ക്ക് ബാക്കിയുണ്ടായിരുന്ന കറിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിൽ കാണാനായിട്ട് ഇഷ്ടമുള്ളത്, എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും അത്. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണണം, ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.